കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പുറകെ വാലും പിടിച്ച് നടക്കുക. അത് എല്ലാ ചാനലുകാരും, അതായത് ഒരുമാതിരി മുൻനിര 2 ചാനലുകാർ, 24 റിപ്പോർട്ടർ പറയാതിരിക്കാൻ മേല, ബാക്കി ചാനലുകാരും ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഈ കാണിക്കുന്ന ഭയങ്കര മോശമാണ് നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതും അതുപോലെയുള്ള എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സ്, അവരെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു, ജനശ്രദ്ധ കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ ചാനലിനൊക്കെ റേറ്റിംഗ് കിട്ടുകയും ചെയ്യും അല്ലേ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ കുറേ ചർച്ചകളും കാര്യങ്ങളും എല്ലാം വെച്ച് എന്തുമാത്രം സമയമാണ് കളയുന്നത്. ഇത് കാണാനും അതനുസരിച്ച് ഓരോ അഭിപ്രായങ്ങൾ പറയാനും ഓരോ ആൾക്കാർ വേറെ. രാവിലെ വല്ല 10 പൈസയ്ക്ക് പണിയെടുക്കേണ്ടതിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സിനിമാക്കാർ അവിടെ പോയി ഇവിടെ പോയി അല്ലെ അവരെ പിടിച്ച് ഇവരെ പിടിച്ച് ഈ വാർത്ത പറയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇപ്പോൾ ആൾക്കാർക്ക് നേരമുള്ളൂ. പക്ഷേ ചാനലുകാരും പ്രത്യേകം ഓർത്തോണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ പ്രത്യേകം നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങൾ ഈ കഴിഞ്ഞ ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നേ 100-400 പേരല്ലേ അതിന് മുകളിൽ ആൾക്കാർ മരണപ്പെട്ട വയനാടിൻ്റെ ദുരന്തം അത് നമ്മൾ കണ്ടതാണ്. അന്ന് കേരളം ഫുൾ ഒന്നിച്ച് നിന്നതാണ്. കൈമേയും മറന്ന് എല്ലാവരും ഒരുപോലെ നിന്നെടുത്ത് മനസ്സിലായി. അന്ന് ഈ പറയുന്ന ഒരു കമ്മിറ്റിയും ഇല്ലായിരുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ഒരു സീനും ഇല്ലായിരുന്നു. അത്രയും പേര് മരണപ്പെട്ട് അവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേർന്ന് ആ വിഷമം മാറുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ഒരു കേസ് കെട്ട് വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ എടുത്ത് പൊക്കി അതിൻ്റെ സംഭവങ്ങളുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വന്നു, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാനുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അത് അന്വേഷിക്കാൻ പോലീസും അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുമുണ്ട്. ഇത് വാർത്താ ചാനലുകാരല്ല ഇത് അന്വേഷിക്കേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചർച്ചിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നിൻ്റെ പുറകെ അത് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അങ്ങനെ പിടിച്ചു ഓരോരുത്തർ അതിൻ്റെ പുറകെ കുറേ എന്താ പറയുക വിവാദങ്ങൾ അവർ അന്ന് സെറ്റിലുണ്ടായിരുന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു. അന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് എടുത്ത് പൊക്കി ഇടുക. അതിൻ്റെ അകത്ത് മരണപ്പെട്ട നടന്മാരുണ്ടാവും, മരണപ്പെടാത്തതുകൊണ്ട് ഇപ്പം പോപ്പുലറായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ അന്വേഷിക്കേണ്ട ആൾക്കാർ അന്വേഷിക്കുക. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ടോ കാര്യമില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരാതി ഉള്ളെടുത്ത് കൊടുക്കണം. ഇത് ചുമ്മാ ചാനലുകാർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ തോന്നിയവാസം അവിടെ ഇവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ ഈ പണിയെടുക്കേണ്ട ആൾക്കാർ പണിയെടുക്കാതെ ഈ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഗോസിപ്പുകളും കാര്യങ്ങളും കേൾക്കുമ്പം നല്ല രസമാണ്. അയ്യോ അത്രയും നമ്മൾ ആരാധിച്ച് പൊക്കിയെടുത്ത് എന്തുമാത്രം എടുത്ത് നെഞ്ചേറ്റിയ ആൾക്കാർ അതേ കിടക്കുന്നു, അപ്പം അവരൊക്കെ ഇത്രക്കാരായിരുന്നല്ലേ അങ്ങനെ ഇങ്ങനെയാൽ ഓരോരുത്തരെക്കുറിച്ച് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അന്വേഷിക്കാൻ ഗവൺമെൻറ്റും പോലീസ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ചാനലുകാർ ഇത്രയ്ക്കും വലിയ എന്താ പറയുന്നത് ഇതുപോലെ എല്ലാ ദിവസവും ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ തൊട്ട് പുറകെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാലിന്യത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അർജുനെ കാണാതെ പോയത് എന്തൊക്കെയായിരുന്നു. അർജുനെ കാണാതെ പോയതിൻ്റെ ഇഷ്യൂ, ഇവിടെ ഭൂപടം വരയ്ക്കുന്നു, മറ്റേ അർജുൻ അതിലേ പോയി ഇതിലേ പോയി. അർജുൻ്റെ എന്താ പറയുക കാണാത്ത പോയിട്ട് നമ്മൾക്കും ഒരുപാട് വിഷമമുണ്ട് അല്ലെ. വയനാട്ടിലെ ഇഷ്യൂ, അതിന് ഭൂപടം വരയ്ക്കുന്നു, അവിടുന്ന് വെള്ളം പൊട്ടി ഇങ്ങനെ താഴോട്ട് വന്നു. ഇതൊക്കെ പറയാനും ഓരോ സമയത്ത് റേറ്റിംഗ് കൂട്ടാനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം കുറയുന്നു എന്ന് തോന്നുമ്പോൾ അടുത്തത് കയറി പിടിക്കാനും ഈ എന്തായാലും പറയുമ്പോൾ ചാനലുകാരെ മാത്രമേ നല്ലപോലെ പറയുള്ളൂ. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചാനലുകാർ പ്രത്യേകം ഓർത്തോ, നിങ്ങളാണ് ശരിക്കും ആവശ്യമില്ലാത്ത കുറേ അവിടെ ഇവിടെ ഓരോ ചോദ്യങ്ങളും ചോദിച്ച് കാണുന്നിടത്തൂടെ എല്ലാം മൈക്കും ക്യാമറയായിട്ട് കയറി ചെന്ന് ആൾക്കാരെ ഇതുപോലെ വിട്ടികളാക്കുന്ന നിങ്ങളാണ്. ഇത് അന്വേഷിക്കാനും വെറുക്കാനും ഒരുപാട് ആൾക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നേ, പോലീസുകാരുണ്ട്. നിങ്ങൾക്കതനുസരിച്ച് പോലീസിൻ്റെയോ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ എന്തെങ്കിലും കിട്ടുന്ന വാർത്തകളുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലാണ്ട് അവിടെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ഒരിക്കലും പരിചയമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്താ പറയുന്നത് അവരുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ആശയങ്ങൾ അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓരോരുത്തരെക്കുറിച്ച് മുൻവിധി വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാർ കുറച്ചൊക്കെ എന്താ പറയുന്നത് നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടി കൂട്ടാതെ മാന്യമായിട്ട് വർക്ക് ചെയ്യാൻ നോക്കും. നല്ല വാർത്തകൾ കൊടുത്ത് നിങ്ങൾ എന്താ പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് നല്ല വാർത്ത, അല്ലാതെ ഒരെണ്ണത്തിൻ്റെ തുമ്പും പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കറങ്ങുന്നതിൻ്റെ പരിപാടി അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? ചുമ്മാ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടും, നിങ്ങൾക്ക് കാശുണ്ടാക്കാം അല്ലേ. നിങ്ങളൊക്കെ ആലോചിച്ചും കണ്ടുമൊക്കെ ന്യൂസും കാര്യങ്ങളും കൊടുക്കുക കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഹേമ കമ്മിറ്റിയാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് അതിനകത്ത് പിടിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ പിടിക്കപ്പെടട്ടെ. അല്ലാതെ ചുമ്മാ ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേ ചർച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസ് വാർത്തകൾ അതിൻ്റെ വേറെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? ഒരുപാട് വാർത്തകൾ, ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലാനുണ്ട്. നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വലിയ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പൊക്കിയെടുത്ത് കൊണ്ടുപോവുക നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ. കുറച്ചൊക്കെ ഒന്ന് അടങ്ങ്.